പള്ളിത്തോട് മരിച്ച നിലയിൽ കണ്ട അമ്മയെ മകൻ ആരുമറിയാതെ അടുക്കളയിൽ കുഴിച്ചിട്ടു എന്നാണ് വാർത്ത. പള്ളിത്തോട് കാട് നികർത്ത് രാധ ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടു. 75 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മകൻ ഗിരീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളും അമ്മയുമാണ് വീട്ടിൽ കഴിയുന്നത്. ഇപ്പോൾ അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, യഥാർത്ഥത്തിൽ ആരും അറിയാതെ ഈ അമ്മയെ അടുക്കളയിൽ കുഴിച്ചിടാൻ ഇയാളെ പ്രേരിപ്പിച്ചെന്താണ്? അതിൽ എന്തെങ്കിലും കൊലപാതകത്തിന്റെ സൂചനയുണ്ടോ? ആ കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഈ കസ്റ്റഡിയിലെടുക്കുമ്പോൾ മകൻ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു. ഒരു കാര്യം പോലും തുറന്നു പറയാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം മദ്യലഹരിയിലായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ ഇതുവരെ കാര്യങ്ങളൊന്നും വ്യക്തമായി ചോദിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അയാൾക്ക് ബോധമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി അമ്മ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാൾ തന്നെ, ഈ മകൻ തന്നെ ആരോടും പറയാതെ അടുക്കളയിൽ കുഴികുത്തി അതിനുള്ളിൽ ഈ മൃതദേഹം മൂടി വെക്കുകയായിരുന്നു. അത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഈ മദ്യലഹരിയിലായ ശേഷം ഇയാൾ വീട്ടിൽ അയൽപക്കത്തുള്ള ആളുകളോടും ഒപ്പം മക്കളോടും പറയുന്നു. അങ്ങനെയാണ് ഈ സംഭവം പോലീസിലേക്ക് എത്തുന്നത്. അങ്ങനെ പോലീസ് ഇന്നലെ രാത്രി തന്നെ വീട്ടിലെത്തിയിരുന്നു. വീട്ടിൽ അടുക്കളയിൽ ഇത് കുഴിച്ചിട്ടതിന്റെ രീതിയിലുള്ള സൂചനകൾ പോലീസിന് കണ്ടെത്താനുമായിട്ടുണ്ട്. ഇന്ന് തഹസിൽദാർ എത്തി ഏകദേശം ഒരു 9:00 മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ഒപ്പം ഈ ഏറെ നാളുകളായി മദ്യപാനത്തിന് അടിമയാണ് ഇയാൾ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയും മക്കളുമൊക്കെയായി തർക്കത്തിലാണ്. ഭാര്യയും മക്കളും മറ്റൊരു വീട്ടിൽ താമസിക്കുകയാണ്. ഇയാൾക്കൊപ്പം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു വാർത്തയാണ് ഈ രാവിലെ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ ഇത് പുറത്തെടുത്ത് ഇയാൾക്ക് സ്വബോധം വന്ന് കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചാലേ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിലടക്കം വ്യക്തത വരികയുള്ളൂ. ഈ നിലവിൽ ഈ ഗിരീഷ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് പോലും കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഇന്നലെ രാത്രി വീട്ടിലെത്തിയ പോലീസ് ഇയാളുടെ മക്കളുടെയും ഒപ്പം അയൽവാസികളുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് മദ്യപിച്ചെത്തി സ്ഥിരമായി ഈ അമ്മയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയും അവിടെ പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ് ഗിരീഷ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. പോലീസ് അതനുസരിച്ചുള്ള മറ്റ് അന്വേഷണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ മരണം നടക്കുന്ന ഇന്നലെ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായോ എന്നുള്ളതാണ് നിലവിൽ അന്വേഷിക്കുന്നത്. പക്ഷേ അയൽവാസികൾ പറയുന്നു ഇന്നലെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ 75 വയസ്സോളം പ്രായമുള്ള അമ്മയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മരണപ്പെട്ടതാണോ എന്നുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ഈ ബോഡി പുറത്തെടുത്ത് നടത്തുന്ന പരിശോധനയിൽ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം അതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും 9:00 ഈ മൃതദേഹം അടുക്കളയുടെ കുഴിച്ച് പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മൃതദേഹം ആരും അറിയാതെ അടുക്കളയിൽ കുഴിച്ചിടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിനുണ്ടാകുമല്ലോ. ആ കാരണം പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.